അവിടെ ആ ഫാനൊന്ന് ഓഫ് ചെയ്തടാ, തണുക്കുന്നു. അതിന് ഫാൻ തണുപ്പിക്കുന്നതാരാ പറഞ്ഞത്? പിന്നെ അല്ലാണ്ട് ചൂടാക്കുകയാണോ ചെയ്യുന്നത്? അതെ, ചൂടാക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലൊന്നും അറിയണമല്ലോ. സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങും, ഫാൻ കറങ്ങിയാൽ കാറ്റ് വീശും, കാറ്റ് വീശിയാൽ തണുപ്പ് കിട്ടും. എന്താണ് ഇത്ര അത്ഭുതമായി പറയാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. ജനിച്ചത് മുതൽ നമ്മൾ കാണുന്ന ഫാനാണ്, കിട്ടുന്ന കാറ്റാണ്, അനുഭവിക്കുന്ന തണുപ്പാണ്. എന്നാൽ ഒരിക്കലും ഒരുപക്ഷെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഫാൻ നമ്മെ തണുപ്പിക്കുകയാണ്? ഉത്തരം അല്ല എന്ന് തന്നെയാണ്. കേട്ടാൽ ഫാനിൻ്റെ ഫാനായി പോകുന്ന ആ കഥ ഒന്ന് കേൾക്കണ്ടേ? സ്വപ്ന സഞ്ചാരിയോടൊപ്പം ആ കഥയിലേക്ക് ഒന്ന് പോകാം. സുസ്വാഗതം കൂട്ടുകാരെ സ്വപ്ന സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും വരുന്നതിന് മുൻപ് ഫാനിൻ്റെ ഒരു ചെറിയ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. BC 500 ഇന്ത്യയിൽ പങ്ക രീതിയിലുള്ള ഫാനുകൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഈന്തപ്പനയുടെ ഇലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫാനുകൾ നിർമ്മിച്ചിരുന്നത്. ഈ ഇലകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചരടുണ്ടാവും. ഈ ചരട് മാനുവലായി ഒരാൾ ഇരുന്ന് വലിക്കുകയാണ് ചെയ്യുന്നത്. ഈ വലിക്കലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ, അതായത് പെൻഡുലം എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഈ ഇലകൾ ചലിക്കുകയും അതിൻ്റെ ഫലമായി അവിടെ കാറ്റുണ്ടാകുകയും ചെയ്യുന്നു. ഈ രീതിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഫാൻ എന്ന സീലിംഗ് ഫാനിൻ്റെ അതേ രൂപത്തിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഏകദേശം 1860-70 കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സീലിംഗ് ഫാനിൻ്റെ രൂപത്തിലുള്ള ഫാനുകൾ പ്രത്യക്ഷപ്പെട്ടത് അമേരിക്കയിലായിരുന്നു. ഈ ഫാനുകൾ ഇതുപോലെ മാനുവലായി ആയിരുന്നില്ല നിയന്ത്രിച്ചിരുന്നത്. പകരം എങ്ങനെയാണോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഒരു രീതിയിലായിരുന്നു ഇത് ചെയ്തിരുന്നത്. അതായത് ഒഴുക്കുള്ള വെള്ളത്തിൽ ടർബനുകൾ കറക്കി ആ ടർബനുകളിൽ നിന്നും ബെൽറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചരട് യൂസ് ചെയ്തതിന് പകരം, നേരത്തെ ചരട് യൂസ് ചെയ്തതിന് പകരം ബെൽറ്റുകൾ ഈ സീലിംഗുമായിട്ട് അല്ലെങ്കിൽ സീലിംഗ് ഫാനിൻ്റെ രൂപത്തിലുള്ള ഈ ഫാനുമായിട്ട് കണക്ട് ചെയ്യുകയും അതുവഴി ഈ ഫാനിൻ്റെ ബെൽറ്റുകൾ കറക്കുകയാണ് ചെയ്തത്. അതായത് ടർബൻ കറങ്ങുമ്പോൾ, ഒഴുക്കുള്ള വെള്ളത്തിൽ ടർബൻ കറങ്ങുമ്പോൾ ആ ടർബനുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബെൽറ്റ് കറങ്ങുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് ഈ ഫാൻ കറങ്ങുകയാണ് ചെയ്യുന്നത്. വൈദ്യുതി ഉപയോഗിച്ചായിരുന്നില്ല ഈ 60-70 കാലഘട്ടങ്ങളിൽ ഫാൻ കറക്കിയിരുന്നതെന്ന് ചുരുക്കം. അതിനുശേഷം 1882 ഡീൻ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഈ ഫാൻ, ഇലക്ട്രിക് ഫാൻ കണ്ടുപിടിക്കുന്നത്. ഇതിന് ശേഷമാണ് സീലിംഗ് ഫാൻ എന്ന് പറയുന്നത് ഇത്രത്തോളം വിപുലമാകപ്പെടുകയും നമുക്ക് ഇത്രത്തോളം പരിചിതമായി മാറുകയും ചെയ്തത്. ചരിത്രം ആ വഴി പോട്ടെ, നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. പ്രധാനമായിട്ടും 3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് സാധാരണയായിട്ട് തോന്നിയിട്ടുള്ള ചില സംശയങ്ങളാവാം, അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമായിട്ട് ചിലപ്പോൾ അത് ഫീൽ ചെയ്യുകയും ചെയ്യാം. നമ്മളൊരു ഫാനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഫാനിൻ്റെ ബ്ലേഡുകൾ കണ്ടാൽ ബ്ലേഡ് ഏകദേശം പരന്നല്ല, അതായത് അതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. പലപ്പോഴും ചിലപ്പോൾ തോന്നിയിട്ടുള്ള സംശയമാവാം, ഇത് എന്തുകൊണ്ട് ചെറിയ ബെൻഡായിട്ടും ചെറിയ ചരിവോട് കൂടിയും ഇത് നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾക്ക് ആ സംശയം തോന്നിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുകളിലേക്കുള്ള ആ സീലിംഗ് ഫാനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു പ്രത്യേക ആകൃതിയിലാണ് ഈ ബ്ലേഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലേഡ് എപ്പോഴെങ്കിലും വൃത്തിയാക്കാനോ അത് ക്ലീൻ ചെയ്യാനൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഒരു പ്രത്യേക ആംഗിളിൽ ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരുപോലെ ഫ്ലാറ്റ് ആയിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഒരു ഫാനിൻ്റെ സീലിംഗ് ഫാനിൻ്റെ ബ്ലേഡുകൾ ചരിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം. ഇനി നമ്മൾ സാധാരണയായിട്ട് യൂഷ്വലി കണ്ടുവരുന്ന സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഫാനുകൾക്കെല്ലാം 3 ലീഫുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ ലീഫുകളുള്ള ഫാനുകളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാനുകളിലെ ലീഫുകളെല്ലാം 3 ലീഫുകളായിരിക്കും സാധാരണ കാണുന്നത്. അതിൽ കൂടുതലും നമ്മൾ കാണാറുണ്ട്, പക്ഷേ യൂഷ്വലി ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ടാമത്തെ ചോദ്യം വരുന്നു, എന്തുകൊണ്ട് കോമൺ ആയിട്ട് സാധാരണയായിട്ട് ഒരു ഫാനിൽ 3 ലീഫുകൾ നിർമ്മിക്കുന്നു? 2 ചോദ്യങ്ങൾ. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഫാനുകൾ നമ്മെ തണുപ്പിക്കുകയല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ഈ 3 കാര്യങ്ങളാണ് നമ്മളിതിൽ പരിശോധിക്കാൻ പോകുന്നത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇലക്ട്രിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ ഫിസിക്സ് പരമായിട്ടും കെമിസ്ട്രി, ബയോളജികൾ എല്ലാമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ എന്താണ് ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം. അതായത് സാധാരണഗതിയിൽ നമുക്ക് എപ്പോഴാണ് നമ്മൾ വിയർത്ത് അല്ലെങ്കിൽ ഫാൻ ഇടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് നമുക്ക് ആദ്യം ആലോചിക്കാം. നമുക്ക് ചൂട് കൂടുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുള്ളത്? ഫാൻ ഇടാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചൂട് കൂടുന്നത്? നമ്മുടെ സമീപത്തുള്ള അന്തരീക്ഷത്തിലുള്ള ചൂട് കൂടുന്നു, വായുവിന് ചൂട് കൂടുന്നു, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള അന്തരീക്ഷത്തിന് ചൂട് പിടിക്കുകയും അത് വായുവിനെ ചൂടാക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കൂടുകയും ചെയ്യുന്നു.
ഈ ഒരു അവസരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഫാൻ ഇടാറുള്ളത്. നമ്മൾ ഈ സാധാരണഗതി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ചൂട് പിടിക്കുന്ന വായുവിന് എന്ത് സംഭവിക്കും? അതിൻ്റെ ഭാരം കുറയുകയും അത് മുകളിലേക്ക് പോവുകയും ചെയ്യും. ഇത് നോർമലി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വായു താഴെ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അവിടെ വാക്വമായിട്ട് കിടക്കില്ല, പകരം മുകളിലുള്ള തണുത്ത വായു താഴേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം തണുത്ത വായുവിന് ഭാരം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മുകളിൽ നിന്നും താഴേക്ക് പ്രവഹിക്കുകയും ചെയ്യും. അതായത് എന്ത് ചെയ്യും? ഈ വായു താഴേക്ക് വരും. ഇതാണ് സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമുക്ക് തണുപ്പുണ്ടാകുന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇനി ഇത് എങ്ങനെയാണ് ഫാൻ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഈ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ ഈ ഫാൻ നമ്മൾ കറങ്ങുന്ന സമയത്ത് ഈ ഫാൻ എന്ന് പറയുന്നത് ഈ വായുവിനെ തള്ളി താഴേക്ക് വീണ്ടും വിടുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്ന ഈ വായുവിനെ, ചൂട് പിടിച്ച വായുവിനെ ഈ ഫാൻ വീണ്ടും തള്ളി താഴേക്കാണ് വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഫാൻ മുകളിലേക്ക് പോകുന്ന വായുവിനെ തള്ളി താഴേക്ക് വിടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? കുറച്ച് വായു മുകളിലേക്ക് ചൂട് പിടിച്ചു ചെല്ലും. ഇങ്ങനെ ചാക്രികമായ റൊട്ടേഷണൽ രീതിയിൽ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. മുകളിലേക്ക് വായു പോകുന്നു, അപ്പോൾ കുറച്ച് വായു താഴേക്ക് വരുന്നു, ഫാൻ വീണ്ടും ഈ വായുവിനെ താഴേക്ക് തള്ളി വിടുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ചാക്രികമായ രീതിയിൽ ഈ വായുവിൻ്റെ പ്രവാഹം ഇങ്ങനെ എന്ത് ചെയ്യും? നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറയുകയാണ്, അപ്പോൾ ഇങ്ങനെ വായുവിനെ ഒരുപാട് താഴേക്ക് തള്ളിവിടുന്നതിനും ഫ്ലോയിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതിനും വേണ്ടിയിട്ട് ഫാനിൻ്റെ ബ്ലേഡിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും, നിർമ്മിച്ച് വെച്ചിരിക്കും. അങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കാനുള്ള അല്ലെങ്കിൽ വേഗത കൂടുകയും കൂടുതൽ വായുവിനെ താഴേക്ക് തള്ളിക്കളയാനും കഴിയും. കറക്റ്റായിട്ട് നിങ്ങൾ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് വായുവിനെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് താഴേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വായുവിനെ താഴേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഈ ഒരു ഷേപ്പ് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഫ്ലാറ്റായിട്ട് നിർമ്മിക്കാതെ ഈ ബ്ലേഡുകളെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന് സംശയമായി, എന്തുകൊണ്ട് ഫ്ലാറ്റായിട്ട് നിർമ്മിക്കുന്നില്ല, പ്രത്യേക ആകൃതിയിൽ നിർമ്മിക്കുന്നു? ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്ലാറ്റായിട്ട് നിർമ്മിക്കുന്നതിനുള്ള യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചാക്രികമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്തുകൊണ്ട് ഒരു ചോദ്യങ്ങൾ വരാം, എന്തുകൊണ്ട് 3 ബ്ലേഡ് ഉണ്ടാകും? അത് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത കാര്യത്തിലേക്ക്, നമ്മുടെ മെയിൻ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ട് 3 ബ്ലേഡ് ഉണ്ടാക്കും ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് ഈ ബാലൻസിങ് എന്നൊരു സാധനമൊക്കെ പറയുന്നുണ്ട്. അതാണ് 2, 3 വയ്ക്കുമ്പോഴാണ് ഒരു ഫാൻ ബാലൻസിങ് ആകുന്നത്. ഈ ബാലൻസിങ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മോട്ടർ ആയിരിക്കുമല്ലോ ഈ ഫാനിനെ എപ്പോഴും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബ്ലേഡിനെ കറക്കുക. അങ്ങനെ കറക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരുപാടുണ്ട്, നമ്മളത് പറയുന്നത് സിംപ്ലി നമുക്ക് മനസ്സിലാക്കി ചെയ്യുന്നത് പറഞ്ഞു നോക്കാം. അപ്പോൾ ഒരു മോട്ടർ ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഫാനിനെ ഇങ്ങനെ പിടിച്ച് കറക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട് എല്ലാ ഈ ഇലക്ട്രിക് ഉപകരണങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഉപകരണങ്ങളും പ്രവർത്തിക്കുന്ന നമ്മൾ പറയാറുണ്ട്. ഈ വണ്ടിയുടെ നമ്മൾ കാർ ഉൾപ്പെടെ നമ്മൾ പറയും വണ്ടിക്ക് വലിവ് കുറവാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫാന് ഈ മോട്ടർ ഇങ്ങനെ പിടിച്ച് കറക്കുന്ന സമയത്ത് കൂടുതൽ ബ്ലേഡ് അല്ലെങ്കിൽ ചിലർ ലീഫ് എന്നൊക്കെ പറയാറുണ്ട്, കൂടുതൽ ബ്ലേഡുകളോ ലീഫുകളോ ഒക്കെ ഉണ്ടായാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മോട്ടറിന് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അതായത് ഇത്രത്തോളം ലീഫിനെ പിടിച്ച് കറക്കാനുള്ള ഒരുപക്ഷെ വലിവ് നമ്മൾ പറയുന്ന ഡ്രാഗിങ് ഫോഴ്സ് എന്നൊക്കെയാണ് പറയുക. ആ വലിവ് ഒരുപക്ഷെ എന്തിനുണ്ടാവണമെന്നില്ല, ഈ മോട്ടറിന് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയുള്ള എഫിഷ്യൻസിയിൽ നമുക്കത് കിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 ലീഫിലൊക്കെ നിർത്തുന്നത്. പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ്, ഈ വായുവിനെ താഴേക്ക് തള്ളിവിടുന്ന പ്രോസസ്സ് കൂടുതൽ നടക്കണമെങ്കിൽ ബ്ലേഡുകളുടെ എണ്ണം കുറവായിരിക്കണമെന്നും നമുക്ക് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ടാണ് ബ്ലേഡുകൾ 3 നിർത്തുന്നത്. അതിൽ കൂടുതൽ നിർത്തുന്ന സ്ഥലങ്ങളുണ്ട്. ചൂട് കൂടിയ സ്ഥലങ്ങളിൽ 3 ലീഫാണ് ഏറ്റവും ബെറ്റർ എന്നും വാദിക്കുന്നവരുണ്ട്. അതായത് അതിൽ കൂടുതൽ ബ്ലേഡുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു തണുപ്പ് കിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ ഇതിൽ കൂടുതലും ഉപയോഗിക്കാറുണ്ട്. അതായത് 4 5 ബ്ലേഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ഫലം റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 3 ലീഫ് തന്നെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അപ്പോൾ 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ 3ാമത്തെ ചോദ്യങ്ങളിലേക്ക് വരികയാണ്. അതായത് ഈ നമ്മളെ തണുപ്പിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താ നമ്മൾ പറഞ്ഞത്, ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുന്നു, അവിടെ നിന്നുള്ള വായുവിന് താഴേക്ക്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ സ്പീഡിൽ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു വായുവിൻ്റെ പ്രവാഹം ഇങ്ങനെ ഉണ്ടായിട്ടേ ഇരിക്കും. ഇങ്ങനെ വായു പ്രവഹിച്ച് വരുമ്പോൾ നമ്മുടെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വിയർപ്പ് കണികകളുണ്ടല്ലോ, വിയർപ്പ് കണികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫാൻ ഇടുക. അപ്പോൾ ഈ വിയർപ്പ് കണികകളെ എന്ത് ചെയ്യും, ഈ കാറ്റ് വന്ന് അല്ലെങ്കിൽ ചൂട് വായു വന്ന്
തട്ടുമ്പോൾ ഈ എന്ത് ചെയ്യും, ഈ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ വിയർപ്പ് എന്ന് പറയുന്നത് ബാഷ്പീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം സംഭവിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബാഷ്പീകരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബാഷ്പീകരണം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ബാഷ്പീകരണം നടക്കുമ്പോൾ തണുപ്പ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ പ്രോസസ്സ് ഇതാണ്, കറക്റ്റായിട്ടുള്ള പ്രോസസ്സ് ഇതാണ്. ഈ വായു വന്ന് നമ്മുടെ ബോഡിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലുള്ള വിയർപ്പ് കണങ്ങൾക്ക് എന്തുണ്ടാവും, ബാഷ്പീകരണം ഉണ്ടാകും, ഇവാപ്പറേഷൻ ഉണ്ടാകും. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് നീരാവിയായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്, അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ, ബാഷ്പീകരണം നടക്കുമ്പോൾ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ചിലർക്ക് നമ്മൾ ബാഷ്പീകരണം നടക്കുമ്പോൾ തണുപ്പ് കിട്ടും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. നമുക്ക് അതിനൊന്ന് ലളിതമായി ഒന്ന് പറഞ്ഞു നോക്കാം, എങ്ങനെയാണ് ബാഷ്പീകരണം നടക്കുമ്പോൾ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു ക്ലാരിഫിക്കേഷൻ കൂടി ലഭിക്കും. അതൊന്ന് നോക്കാം നമുക്ക്. എന്താണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ, ഇതല്ലേ നമുക്ക് പറയണ്ടേ. അപ്പോൾ എന്താണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ചിലപ്പോൾ സയൻറ്റിഫിക്കായിട്ട് കൂടുതൽ സയൻസ് അറിയുന്നവർക്ക് ഒരുപാട് കഥ പറയാനുണ്ടാവും, പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന രീതി നമുക്ക് നോക്കാം. നമ്മൾ താപത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദ്രാവകാവസ്ഥയിലിരിക്കുന്ന വസ്തു നീരാവിയായിട്ട് മാറുന്ന പ്രക്രിയയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയാം. അപ്പോൾ ചൂട് ഉപയോഗിച്ചുകൊണ്ട് ദ്രാവക രൂപത്തിലുള്ള ഒരു വസ്തു നീരാവിയായിട്ട് മാറുന്നു, ഇതിനാണ് ബാഷ്പീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബാഷ്പീകരണം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് തണുപ്പുണ്ടാവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബാഷ്പീകരണം സംഭവിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഖരരൂപത്തിലിരിക്കുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ്, അത് ആറ്റം ആയാലും തന്മാത്രകളായാലും നമ്മൾ അറിയാമല്ലോ, പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക അല്ലേ, വളരെ ക്ലോസ്ഡ് ആയിട്ട് ബൈൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതെന്തായത് ഒരു ഖരാവസ്ഥയിലിരിക്കുന്നത്. ഇനി ദ്രാവകത്തിലേക്ക് മാറുമ്പോൾ ഈ പറയുന്ന പാർട്ടിക്കിൾസുകൾ തമ്മിൽ ഇച്ചിരി അകലം കുറച്ചുകൂടെ കൂടും. നേരത്തെ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ അകലം കൂടുതലായിട്ടായിരിക്കും എന്തിലേക്ക് വരും, ദ്രാവകാവസ്ഥയിലേക്ക് വരുമ്പോൾ. ഇനി വായു ആകുമ്പോൾ എന്ത് സംഭവിക്കും, അത് നീരാവി അല്ലെങ്കിൽ വായുവായിട്ട് മാറുന്ന സമയത്ത് അത് എന്ത് സംഭവിക്കും, നീരാവി എന്ന് വിചാരിച്ചോളൂ, അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെയധികം കൂടും. അതുകൊണ്ടാണ് അത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അത് ഇത്രയും ക്ലോസ്ഡ് ആയിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന എന്തിനകത്ത് ഖരാവസ്ഥയിലിരിക്കുന്ന വസ്തുക്കൾക്ക് മാറ്റം സംഭവിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നത്, ക്ലോസ്ഡ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഈ അകലം കൂടുന്തോറും ഇതിന് മൂവ് ചെയ്യാനുള്ള സ്പേസും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അതിന് വാതകത്തിലേക്ക് വരുമ്പോൾ, അതായത് ദ്രാവകം വാതകം എന്നല്ലേ, വാതകത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവകാവസ്ഥ നമുക്കിവിടെ എന്താ പറയുന്നത്, ദ്രാവകാവസ്ഥയിലിരിക്കുന്ന വസ്തു ചൂട് കൊണ്ട് എന്തായിട്ട് മാറും, നീര്, അത് അതിൻ്റെ അടുത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ദ്രാവകം വാതകമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ദ്രാവകം വാതകമാകണമെങ്കിൽ ഈ ഇരിക്കുന്ന പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള അകലം കൂടണം, ഈ ആറ്റങ്ങൾ തമ്മിലുള്ള അകലം കൂടണം. അപ്പോൾ ഇങ്ങനെ അകലം കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ആകർഷിച്ചിരിക്കുന്ന വളരെ ആകർഷണമായിരിക്കേണ്ടിയിരിക്കുന്ന ആ ആകർഷണ ബലം മാറണം. ഈ ആകർഷണം മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, അതിനാണ് ഈ ചൂടിനെ എന്ത് ചെയ്യും, ചുറ്റുമുള്ള ചൂടിനെ ഇത് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുക, അതായത് ചുറ്റുമുള്ള ഊർജ്ജത്തിനെ വലിച്ചെടുക്കുന്ന പറയുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ പഠിക്കാം, ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ചുറ്റിലുമുള്ള, അതായത് നമ്മുടെ കയ്യിൽ എന്തിരിക്കുന്നു വിചാരിക്കുക, ഒരു ദ്രാവകം, അതായത് നമ്മുടെ വിയർപ്പ് തുള്ളി ഇരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ ഈ വിയർപ്പ് തുള്ളിക്ക് നീരാവിയായി പോകാൻ വേണ്ടി എന്ത് ചെയ്യും, ചുറ്റുമുള്ള ചൂടിനെ അതിലേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള അകലം കൂടുകയും ഇത് വാതകമായിട്ട്, അതായത് നീരാവിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയേ, ചുറ്റിലുമുള്ള ചൂടിനെ വലിച്ചെടുത്തു. അപ്പോൾ ചുറ്റിലുള്ള ചൂടിനെ വലിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ചുറ്റിലുള്ള ചൂട് കുറയും. ചൂട് കുറയുക മീൻസ് എന്താണ്, തണുപ്പ് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചൂട് വലിച്ചെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ചൂട് കുറയുകയും ചുറ്റുമുള്ള അന്തരീക്ഷത്തിലുള്ള ചൂട് കുറയുകയും തണുപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് തണുപ്പ് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫാൻ ചെയ്യുന്നത് ചൂട് കാറ്റിനെ തന്നെയാണ് താഴേക്ക് തള്ളിവിടുന്നത്. ഈ ചൂട് കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നവരിൽ ഒരുപാട് ഇതിനെപ്പറ്റി സയൻറ്റിഫിക് ആയിട്ടൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും, ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളും ചൂണ്ടിക്കെട്ടാനുണ്ടാവും. തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു അറിവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.